വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, പക്ഷെ പലപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, ഗിവൻ ബിലോ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ വിൻഡ്, വാട്ടർ ആൻഡ് ഇൻസെക്ട്. അറേഞ്ച് ദം ഇൻ കറസ്പോണ്ടിങ് കോളംസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് ടാബ്ലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വിൻഡിൻ്റെയും വാട്ടറിൻ്റെയും ഇൻസെക്റ്റിൻ്റെയും ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഓരോന്നിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ടാബ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. അതെന്താണ്? ഏതിൻ്റെ ഫീച്ചർ ആയിരിക്കും? അത് ഓട്ടോമാറ്റിക്കലി വിൻഡിൻ്റെ ആയിരിക്കും അല്ലേ. പോളൻ ഗ്രെയിൻസ് ആർ സ്റ്റിക്കി ഏതിൻ്റെ ഫീച്ചറാണ്? ദാറ്റ് ഈസ് ഇൻസെക്ട് പോളിനേറ്റഡ്, റൈറ്റ്? And pollen grains are large ribbon like, so that will be the feature of water pollinated flowers. And next feature, pollen grains have mucilage covering, and that will be again water pollinated feature ആയിരിക്കും. പിന്നെ flowers are large, colorful and fragrant. അത് ഏതിൻ്റെ ആയിരിക്കും? ഉറപ്പായിട്ടും അത് ഇൻസെക്ട് പോളിനേറ്റഡ് ഫീച്ചർ ആയിരിക്കും. ദെൻ സിംഗിൾ ഒവ്യൂൾ പ്രസന്റ്, അത് ഏതിൻ്റെയാണ്? വിൻഡ് പോളിനേറ്റഡ് ഫീച്ചർ ആണ് അത്. സോ ഇവിടെ ടേബിൾ നമുക്ക് നോക്കാം. സോ വിൻഡ് പോളിനേറ്റഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി, സിംഗിൾ ഒവ്യൂൾ പ്രസന്റ്. അതേസമയത്ത് വാട്ടർ പോളിനേറ്റഡ് ആണെങ്കിലോ പോളൻ ഗ്രെയിൻസ് ആർ ലാർജ് റിബൺ ലൈക്ക്, pollen grains have mucilage covering. And insect pollinated ആണെങ്കിലോ pollen grains are sticky, flowers are large, colorful and fragrant. So this is one of the most important repeated question. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇനി ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആയിട്ട് കാണാം. സോ താങ്ക് യു, ബൈ ബൈ.